ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക്. സ്വിറ്റ്സർലാൻഡിലെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇനി നമുക്ക് ഗ്രിൻഡൽവാൾഡ് ഫെസ്റ്റിൽ പോകണം. അതിനായിട്ട് ഗൊണ്ടോള എടുക്കണം. നമ്മളിപ്പോൾ ഗൊണ്ടോള സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ്. ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് ഗൊണ്ടോള എടുക്കാനായിട്ട് പോവാം. ടിക്കറ്റ് എടുത്ത് വന്നു. ഇനി ഇതിൽ കയറട്ടെ. അതിനുശേഷം നമുക്ക് ടിക്കറ്റ് പ്രൈസിനെ കുറിച്ച് സംസാരിക്കാം. ഒരു അഡൾട്ടിന് 76 CHF ആണ് അപ്പ് ആൻഡ് ഡൗൺ ഗൊണ്ടോള റൈഡിനായിട്ട് വരുന്നത്. നിങ്ങളുടെ കയ്യിൽ സ്വിസ് പാസ് ഉണ്ടെങ്കിൽ ഹാഫ് ഫെയർ ആണ് ആവുക. ഞങ്ങളുടെ കയ്യിൽ സ്വിസ് പാസ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ ഹാഫ് ഫെയർ ആണ് കൊടുത്തത്. പിന്നെ 6 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആണ്. സ്വിസ് ട്രാവൽ പാസ് കൂടാതെ സ്വിറ്റ്സർലാൻഡിൽ പലതരം ട്രാവൽ കാർഡ്സ് അവൈലബിൾ ആണ്. അതിൽ ചിലതാണ് സ്വിസ് ഹാഫ് ഫെയർ കാർഡ്, സ്വിസ് ട്രാവൽ പാസ് ഫ്ലെക്സ്, ബെർണർ ഓബർലാൻഡ് പാസ്, യൂറെയിൽ ഗ്ലോബൽ പാസ്, ഇന്റർറെയിൽ സ്വിറ്റ്സർലാൻഡ് പാസ്. ഇവയൊക്കെ 50% ഡിസ്കൗണ്ട് നൽകുന്നുണ്ട്. സ്വിറ്റ്സർലാൻഡിലെ ഒരുപാട് ടൂറിസ്റ്റ് വരുന്ന ഇടങ്ങളിലെ ഗൊണ്ടോളയിലും ഫ്യൂണിക്കുലാറിലൊക്കെ അനൗൺസ്മെന്റ് ഉണ്ടാവാറുണ്ട്. അതും പല ഭാഷകളിലുള്ള അനൗൺസ്മെന്റ് ഉണ്ടാവാറുണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ ഓരോ ഭാഷകളിലെ അനൗൺസ്മെന്റ് കേട്ടോണ്ടിരിക്കുമ്പോൾ ഹിന്ദി വരാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അതൊക്കെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമായിരുന്നു ഞങ്ങൾക്ക് ഈ ഗൊണ്ടോള യാത്രക്കിടയിൽ. ഞങ്ങൾ നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കണ്ട് പുറത്തേക്ക് നോക്കിയിരിക്കുമ്പോഴാണ് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചത്. ദൂരെ മൗണ്ടൻ കാർട്ട് റൈഡേഴ്സിനെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. വീഡിയോയിൽ വ്യക്തമായി കാണുന്നില്ല. പിന്നെ ഈ കാണുന്ന ഫസ്റ്റ് ഗ്ലൈഡർ റൈഡും കണ്ടു. ഞങ്ങളിപ്പോൾ ഗൊണ്ടോള സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് നടക്കുകയാണ്. ഇവിടുന്ന് ഞങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഏത് ഭാഗത്തേക്ക് നടക്കണമെന്ന്. ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള വഴികളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഇവിടെ എത്തിയ ഉടനെ ഫുഡ് കഴിക്കാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ ഗൊണ്ടോള സ്റ്റേഷനിൽ സ്ട്രെയിറ്റ് നടന്നു കഴിഞ്ഞാൽ റെസ്റ്റോറൻറ്റിലെത്തും. ഫുഡ് കഴിക്കുന്നില്ലെങ്കിൽ ലെഫ്റ്റിലേക്ക് നടന്നു കഴിഞ്ഞാൽ ക്ലിഫ് വാക്ക് എത്തും. ഞങ്ങൾ ആദ്യം തന്നെ ക്ലിഫ് വാക്കിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് അങ്ങോട്ടേക്കാണ് ഇപ്പോൾ നടക്കുന്നത്. പിന്നെ റൈറ്റ് സൈഡിലേക്ക് നടക്കുകയാണെങ്കിൽ ബാക്കാൽപ്സി ലേക്ക് ഹൈക്ക് ചെയ്യാം. ഒരു 45-60 മിനിറ്റിനുണ്ട് വൺ വേ ഹൈക്ക്. അതിങ്ങനെ ട്രെയിലൊക്കെ നല്ലപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ലേക്ക് ഹൈക്ക് ചെയ്ത് പോകണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ആക്ടിവിറ്റീസ് ചെയ്യണമെങ്കിൽ, അതായത് ഫസ്റ്റ് ഫ്ലെയർ, ഫസ്റ്റ് ഗ്ലൈഡർ അങ്ങനത്തെ ഒക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾ താഴത്തേക്ക് നടക്കണം. അതായത് ഗ്രിൻഡൽവാൾഡ് ഫസ്റ്റ് സ്റ്റേഷനിൽ നിന്ന് കുറച്ച് താഴത്തേക്ക് നടന്നിട്ട് ചെയർ ലിഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങളെ ഷ്രെക്ഫെൽഡ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തെത്തിക്കും. അവിടെയാണ് ആക്ടിവിറ്റീസുകളൊക്കെ ഉള്ളത്. ഇപ്പം നമ്മൾ ക്ലിഫ് വാക്കിലൂടെ നടക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ക്ലിഫ് വാക്കിലേക്ക് വരാനാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നതെന്ന്. നല്ലൊരു അനുഭവമായിരുന്നു. ഹൈറ്റ് പേടിയുള്ളവർക്ക് ഇതിലൂടെ നടക്കാൻ കുറച്ചൊരു പേടിയുണ്ടാവും. അല്ലാത്തവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു സംഭവമാണ് ഈ ക്ലിഫ് വാക്ക്. വീഡിയോയിൽ കാണുമ്പോൾ ഇതിൻ്റെ ഒരു ഫീല് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇതിലൂടെ നടക്കണം, അപ്പോഴാണ് അതിൻ്റെ ഒരു ത്രില്ല് മനസ്സിലാവുക. നല്ല രസമുണ്ടായിരുന്നു ഈ വാക്ക്. പിന്നെ നല്ല ഭംഗിയുള്ള കാഴ്ചകൾ കാണില്ല കാണുന്നത്. ചില സ്ഥലങ്ങളിൽ എത്തുമ്പോൾ നമ്മൾ തല ഒന്ന് ശ്രദ്ധിക്കണം. കാരണം പാറക്കെട്ട് കുറച്ച് ഇങ്ങോട്ടേക്ക് ചെരിഞ്ഞിട്ടാണ് ഉണ്ടാവുക. അപ്പം ഞാൻ തല ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞപ്പോൾ മോള് കുനിഞ്ഞ് നടക്കുന്നത് നിങ്ങൾക്ക് കാണാം. മോളുടെ തല അവിടെ ഇടിക്കാനേ പോകുന്നില്ല, എന്നാലും ആള് കുനിഞ്ഞായിരുന്നു നടക്കുന്നുണ്ടായിരുന്നത്. ഞങ്ങളുടെ ഫ്രണ്ട് ജാസ്മിക്ക് ഇതിലേ നടക്കാൻ ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നടന്നു തുടങ്ങിയപ്പോൾ ആൾ നല്ലപോലെ എൻജോയ് ചെയ്യാൻ തുടങ്ങി. ദൂരെ പലയിടങ്ങളിലും ആളുകളെയൊക്കെ കാണാൻ പറ്റുമായിരുന്നു. ഭയങ്കര ചെറുതായിട്ടാണ് കാണുന്നത്. വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒന്നുകിൽ അവർ ട്രെക്ക് ചെയ്യുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ഈ ഭംഗിയൊക്കെ കാണാനായിട്ട് വെറുതെ താഴത്തേക്കൊന്ന് ഇറങ്ങിയിരിക്കുന്നവരായിരിക്കാം. അങ്ങനെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. ഞാനിങ്ങനെ വീഡിയോസ് എടുത്ത് നടക്കുന്നതിനിടയിൽ ഒരു ലേഡിയെ കണ്ടു. ആൾ നല്ല പേടിച്ചിരിക്കുകയായിരുന്നു. ആളാണിത്. ഞാനൊന്ന് മോട്ടിവേറ്റ് ചെയ്തപ്പോൾ ആൾ നടക്കാൻ തുടങ്ങി. ഒരാളെ മോട്ടിവേറ്റ് ചെയ്തതിൻ്റെ അഭിമാനമാണ് എൻ്റെ മുഖത്ത് കാണുന്നത്. ആൾക്ക് ഹൈറ്റ് പേടിയാണെന്ന്. 2 ഭാഗത്ത് ഹാൻഡ് റെയിലുള്ള ഭാഗത്തെപ്പോൾ ആളൊന്ന് പേടിച്ചു. അതാണ് ആൾ നടക്കില്ല എന്ന് പറഞ്ഞത്. അങ്ങനെ ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് മോട്ടിവേറ്റ് ചെയ്തപ്പോൾ ആൾ നടന്നു. ആളുടെ ഹസ്ബൻഡ് കൂടെ ഉണ്ടായിരുന്നു. ആള് ഭയങ്കരമായിട്ട് ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവരെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ബ്രിഡ്ജിൽ നിന്ന് ചാടിക്കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ക്ലിഫ് വാക്കിൻ്റെ എൻ്റെ ഇതാണ്. പക്ഷേ ഇങ്ങോട്ടേക്ക് പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. ആളുകൾ അവിടെ ഫോട്ടോ എടുക്കാനായിട്ടാണ് പോകുന്നത്. ഒരുപാട് നേരം ക്യൂ നിൽക്കണം. ഞങ്ങൾ കുറച്ച് നേരമൊക്കെ ക്യൂ നിന്ന് നോക്കി, ഒരു രക്ഷയില്ല. ഫോട്ടോ എടുക്കുന്നവർ
കുറേ സമയം എടുക്കുന്നു. അവസാനം ഞങ്ങൾ അവിടുന്ന് നടന്ന് ഇങ്ങോട്ടേക്ക് നീങ്ങി റെസ്റ്റോറൻറ്റ് ഏരിയയിലേക്ക് വന്നു. ഇവിടെ നിൽക്കുമ്പോൾ പാരാഗ്ലൈഡിങ് ചെയ്യുന്നവരെ കാണാമായിരുന്നു. ഒരു കാര്യം പറയാൻ മറന്നുപോയി, ഗിൻഡർവാൾ ഫെസ്റ്റിൽ നിങ്ങൾക്ക് പാരാഗ്ലൈഡിങ്ങും ചെയ്യാം. ഞങ്ങൾ റെസ്റ്റോറൻറ്റ് ഏരിയയിലേക്ക് വന്നിട്ട് ആദ്യം കണ്ട റെസ്റ്റോറൻറ്റിൽ തന്നെ നല്ല വ്യൂ കിട്ടുന്ന സ്ഥലത്ത് വന്നിട്ടിരുന്നു. അത്യാവശ്യം കുറേ ഫുഡ് ഞങ്ങളെല്ലാവരും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ എന്നത്തെയും പോലെ ഹോട്ട് ചോക്ലേറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പാസ്റ്റാസ്, ബർഗർ, സാൻഡ്വിച്ച്, പിന്നെ ഫിഷ് ആൻഡ് ചിപ്സ് ഇതൊക്കെയായിരുന്നു ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. കൂട്ടത്തിൽ ഏറ്റവും ടേസ്റ്റ് ഉള്ളതായി തോന്നിയത് അൽഫ്രെഡോ പാസ്തയാണ്. പിന്നെ ഒരു വെജിറ്റേറിയൻ സാൻഡ്വിച്ച് ഉണ്ടായിരുന്നു, അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ടത് ഇവരുടെ സർവീസാണ്. ഞങ്ങളുടെ ടേബിളിലേക്ക് വന്നിരുന്ന വെയിട്രസ് ഒരു സ്ലോവീനിയക്കാരിയായിരുന്നു. ഒരുപാട് സമയമെടുത്ത് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ പറഞ്ഞു തന്നിട്ടാണ് ആൾ ഓർഡറൊക്കെ എടുത്തത്. അതുകൊണ്ട് തന്നെ ഫുഡ് ഡിസൈഡ് ചെയ്യാൻ അത് ഞങ്ങൾക്ക് നല്ല ഹെൽപ്ഫുള്ളായി. ഞങ്ങളിരുന്ന ടേബിളിനടുത്തായിട്ട് ഒരു ക്യൂട്ട് പപ്പി ഉണ്ടായിരുന്നേ. ഞങ്ങളതിൻ്റെ ഓണേഴ്സിനോട് അതിൻ്റെ പേരൊക്കെ ചോദിച്ചു. തയോ എന്നായിരുന്നു അതിൻ്റെ പേര്. മോൾക്ക് ഒരുപാട് ഇഷ്ടമായി. അതിൻ്റെ അടുത്ത് തന്നെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ടായിരുന്നു കുറേ നേരം. ഇതായിരുന്നു ഞങ്ങളുടെ വ്യൂ. ഞങ്ങളിവിടെ ഇരിക്കുമ്പോൾ ക്ലിഫ് വാക്കിൻ്റെ എൻഡിൽ ഫോട്ടോക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആളുകളെ കാണാമായിരുന്നു. നല്ല വെയിലത്ത് അത്രയും നേരം ക്യൂവിൽ നിൽക്കാൻ നല്ല ക്ഷമ വേണം. റെസ്റ്റോറൻറ്റ് ഏരിയയിൽ ടോയ്ലറ്റ് ഉണ്ട്, പിന്നെ സുവനീർ ഷോപ്സ് ഒക്കെ ഉണ്ട്. സുവനീർ ഷോപ്പിൽ നിന്ന് കുറച്ച് സുവനീർസ് വാങ്ങിയിട്ട് ആ റെസ്റ്റോറൻറ്റ് ഏരിയയിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി കുറച്ച് നടക്കുന്ന സമയത്താണ് ഇങ്ങനൊരു സ്ഥലം ഞങ്ങളെ കണ്ണിൽപ്പെട്ടത്. നല്ല ഭംഗിയുള്ള സ്ഥലം. ആളുകൾ നടക്കാതിരിക്കാനാണെന്ന് തോന്നുന്നു ഒരു ചെറിയതായിട്ട് വേലി കെട്ടി തിരിച്ചിട്ടുണ്ട്. ചെറിയ ഭാഗം റിബൺ കെട്ടിയിട്ടൊക്കെ തിരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരുപാട് പേര് അങ്ങോട്ടേക്ക് ഇറങ്ങി പോയിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് വിശ്രമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങളും ഇറങ്ങി അങ്ങോട്ടേക്ക് നടന്ന് കുറച്ച് താഴത്തേക്ക് ഇറങ്ങി നടക്കണം. അങ്ങനെ നടന്ന് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തിയപ്പോഴാണ് ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായത്. കുറച്ചുകൂടെ താഴത്തോട്ട് ഇറങ്ങിയാൽ അത് പാരാഗ്ലൈഡിങ് ചെയ്യുന്ന സ്ഥലമാണെന്ന്. ഞാൻ കുറച്ച് ആളൊഴിഞ്ഞ സ്ഥലം നോക്കിയിട്ട് അവിടെ പോയിട്ടിരുന്നു. അപ്പോൾ നിഷാദ് എന്നോട് പറഞ്ഞു, നിഷാദും ആമിയും ഓടുന്നൊരു വീഡിയോ എടുക്കണേന്ന്. ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ജനറലായിട്ട് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തതാണ്. പിന്നീട് ഒരിക്കലും വീഡിയോ നോക്കുമ്പോഴാണ് അവർ രണ്ടുപേരും ഓടുന്നതിനിടയിൽ മോള് വീണതൊക്കെ ഞാൻ കാണുന്നത്. നിഷാദ് വന്നിട്ട് വീഡിയോ എടുത്തോ എന്ന് ചോദിച്ചപ്പോഴാണ് നിഷാദ് വീഡിയോ എടുക്കാൻ എന്നോട് പറഞ്ഞിരുന്നു എന്ന കാര്യം തന്നെ ഞാൻ അറിയുന്നത്. ഇത്രയും ഭംഗിയുള്ളൊരു സ്ഥലത്ത് വന്നിട്ട് നമ്മൾ സ്വയം ആസ്വദിക്കുന്ന സമയത്ത് ചുറ്റുവട്ടത്ത് നടക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞില്ല എന്നുള്ളത് ഒരു സ്വാഭാവികം മാത്രമാണല്ലേ. ഇനിയിപ്പോൾ അങ്ങനെ പറഞ്ഞ് സമാധാനിക്കാം. ഇനി ഞാൻ കുറച്ചുകൂടെ താഴത്തേക്ക് ഇറങ്ങിയിട്ട് പാരാഗ്ലൈഡിങ് ചെയ്യുന്ന സ്ഥലം കാണിച്ചു തരാം. പാരാഗ്ലൈഡിങ് ചെയ്യാൻ 220 CHF ആണ് ഒരാൾക്ക് വരിക. പ്രീ ബുക്ക് ചെയ്യണേ. അവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് ബുക്ക് ചെയ്യണം. ഗ്രിൻഡർവാൾ ഫെസ്റ്റ് പാരാഗ്ലൈഡിങ് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ വെബ്സൈറ്റ് കിട്ടും. അവിടെ നിന്ന് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഫസ്റ്റ് ഗ്ലൈഡർ, ഫസ്റ്റ് ഫ്ലയർ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അതൊരു തരം സിപ്പ് ലൈനാണ്. അതൊക്കെ ചെയ്യാനായിട്ട് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാം. പക്ഷെ നേരത്തെ വന്നിട്ട് ടിക്കറ്റ് എടുക്കാൻ ശ്രമിക്കണം. കാരണം ഇത് ചെയ്യാനായിട്ട് 2-3 മണിക്കൂർ നിങ്ങൾ കാത്തിരിക്കേണ്ടതുണ്ട്. ഇനിയും കുറച്ചുകൂടെ താഴത്തേക്ക് ഇറങ്ങണം നമുക്ക് പാരാഗ്ലൈഡിങ് ചെയ്യുന്ന സ്ഥലം കാണാനായിട്ട്. അതിനു മുമ്പേ പാരാഗ്ലൈഡിങ് ചെയ്യുന്നവരെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. നല്ലൊരു കാഴ്ചയായിരുന്നു അത്. മോള് ഞങ്ങളുടെ കൂടെ നടന്ന് തളർന്ന് ഇനി ഞാൻ നടക്കില്ല എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്ത് പോയിരുന്നു. അപ്പോൾ ജാസ്മി പറഞ്ഞു, ഞാൻ മോളുടെ കൂടെ ഇരുന്നോളാം, നിങ്ങൾ പോയിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീണ്ടും താഴെ ഇറങ്ങി കുറേ വീഡിയോസ് എടുത്തു. ഇതാ നിഷാദ് ഇവിടെ കിടന്നിട്ടൊക്കെ സെഫാൻ്റെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. സെഫാൻ ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ മോനാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഞങ്ങളുടെ ഫ്രണ്ട് ആൻഡ് ഫാമിലി ജോയിൻ ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ ട്രിപ്പിൽ. അവരുടെ മോന്. ഞാൻ വീണ്ടും താഴത്തേക്ക് ഇറങ്ങുമ്പോൾ ഞാനെങ്ങാനും വീഴുമോ എന്ന് വിചാരിച്ചിട്ടാണ് മോൻ എൻ്റെ കൂടെ നടക്കുന്നത്. ഇതാ ഞങ്ങൾ നടന്നിട്ട് പാരാഗ്ലൈഡിങ് ചെയ്യുന്ന സ്ഥലത്തെത്തി. നല്ല രസമുണ്ടായിരുന്നു. ടാൻഡം പൈലറ്റും പാസഞ്ചറും ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതൊക്കെ കാണാനായിട്ട്. ഈ പാരാഗ്ലൈഡിങ്ങിനെ ടാൻഡം പാരാഗ്ലൈഡിങ് എന്നാണ് പറയുക. ഞാനിങ്ങനെ ഇവരുടെ പ്രിപ്പറേഷനൊക്കെ നോക്കിയിരിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിലും ഒരു ആഗ്രഹം ഉണ്ടായി, എപ്പോഴെങ്കിലും ഒരു പാരാഗ്ലൈഡിങ് ചെയ്യണമെന്ന്. ഇത്രയും ഭംഗിയുള്ളൊരു സ്ഥലത്തുനിന്ന് പാരാഗ്ലൈഡിങ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതൊരു വലിയ സംഭവം തന്നെയായിരിക്കും. പക്ഷെ സംഭവം നല്ല എക്സ്പെൻസീവാണ്. നിഷാദ് അവിടെ കുത്തിയിരുന്ന് വീഡിയോസ് എടുക്കുന്നുണ്ട്. നമ്മളിവിടെ വന്നിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുമ്പോൾ അവരൊരു എതിർപ്പും പറഞ്ഞില്ല കേട്ടോ. അത് തന്നെ ഒരു ഭാഗ്യം. പാരാഗ്ലൈഡിങ് ചെയ്യാൻ നല്ല സ്റ്റാമിന വേണമെന്ന് തോന്നുന്നു. വിൻഡിന് ഓപ്പോസിറ്റ് ആയിട്ടാണല്ലോ നമ്മൾ ഓടേണ്ടത്. അപ്പോൾ പാരച്യൂട്ടും വലിച്ച് ഓടുക എന്നുള്ളത് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള ടാസ്ക് ആയിട്ട് എനിക്ക് തോന്നി. ഒരു ലേഡി ആയിരുന്നു പാസഞ്ചർ. ഓടാൻ ആൾ നല്ല പോലെ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു.
അവർ മുകളിലേക്ക് പറന്നു പോകുമ്പോൾ എന്തോ അച്ചീവ് ചെയ്തതുപോലെയായിരുന്നു കാഴ്ച കണ്ടുകൊണ്ടിരുന്ന എനിക്ക് തോന്നിയത്. അപ്പോൾ അവരുടെ ഫീൽ എന്തായിരിക്കും? അവിടുന്ന് കുറച്ചുകൂടെ വീഡിയോ ഷൂട്ടൊക്കെ നടത്തിയിട്ട് ഞങ്ങൾ തിരിച്ച് നടന്നു. ഗ്രിൻഡൽവാൾഡ് ഫെസ്റ്റിൽ പാരാഗ്ലൈഡിങ്, ഫസ്റ്റ് ഫ്ലെയർ, ഫസ്റ്റ് ഗ്ലൈഡർ എന്നീ ആക്ടിവിറ്റീസുകൾ കൂടാതെ ചെറിയ തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഉണ്ട്. അതായത് ട്രോട്ടി ബൈക്ക്, സ്കൂട്ടർ റൈഡ്, മൗണ്ടൻ കാർട്ട് ഇതുപോലത്തെ ആക്ടിവിറ്റീസും ഉണ്ട്. ഇതിന് ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ടി വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ശരിക്കും അറിയില്ല, ഞങ്ങളൊരു ആക്ടിവിറ്റീസ് ഇവിടെ ചെയ്തിട്ടില്ല, ഞങ്ങൾക്ക് സമയം ഉണ്ടായിരുന്നില്ല. ഞങ്ങളിപ്പം തിരിച്ചു പോകാനായിട്ട് ഗൊണ്ടോളയിൽ കയറിയിരിക്കുകയാണ്. ഗൊണ്ടോളയിൽ ഇവിടുത്തെ ആക്ടിവിറ്റീസിനെ കുറിച്ചിട്ട് എഴുതിയിട്ടുണ്ട്. അതൊന്ന് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെറുതായിട്ടൊരു ഐഡിയ കിട്ടും. ഞങ്ങൾ ഇനി നേരെ ലോട്ടോ ബ്രൂണോയിലേക്കാണ് പോകുന്നത്. പക്ഷേ അതിൻ്റെ കാഴ്ചകൾ നെക്സ്റ്റ് വീക്കിലെ വീഡിയോയിൽ വരുന്നതല്ല, അത് മറ്റൊരു ദിവസം ഇടുന്നതാണ്. നെക്സ്റ്റ് വീക്കിൽ മൗണ്ട് ഇറ്റ്ലിസിലെ മഞ്ഞ് കാഴ്ചകളുമായി വരുന്നതാണ്. അപ്പോൾ പുതിയ വീഡിയോയുമായി വരുന്നത് വരേക്കും എല്ലാവർക്കും ബായ്.